ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിൽക്കുന്നത് കിള്ളൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇത് MC റോഡിൻ്റെ സൈഡിലാണ് കിള്ളൂർ എന്ന് പറയുന്ന സ്ഥലം. എന്ന് പറയുമ്പോൾ നമ്മുടെ എവിടെ നിന്ന് വരുമ്പോഴത്തേക്കാണ് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ കിള്ളൂർ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് കേട്ടോ. ഒരു കുടുംബശ്രീ സംരംഭമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഭദ്ര തട്ടുകട എന്ന് പറഞ്ഞാൽ ഒരു കുടുംബശ്രീ സംരംഭമാണ് കേട്ടോ. ഇപ്പോൾ അവിടേതായത് പൊരിപ്പുണ്ട്, തെരളി, കൊഴുക്കട്ട, ഇലയപ്പം, അങ്ങനെയുള്ള നാടൻ ഐറ്റംസ് ഉണ്ട്. ചായയുണ്ട്, നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ വെള്ളം, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അവിടെ വളരെ സുലഭമായി എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു കട. സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു കടയാണ് നമ്മൾ, പക്ഷേ ഇത് ഇത്രയും ഐറ്റംസ് ഉണ്ടെന്നൊന്നും പെട്ടെന്ന് കണ്ടാൽ ആരും പറയത്തില്ല. ആ രീതിയിൽ ഒരു ഒതുക്കമുള്ള കടയാണ്. പക്ഷേ ഇവിടെ ചായക്കടി കൂടാതെ തന്നെ നാരങ്ങയുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ്, ഡ്രിങ്ക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. രാത്രി തട്ടുകടയാണ്, ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ള ഒരു കടയും കൂടെയാണ്. അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. ഇതിൻ്റെ കിള്ളൂർ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട ഇപ്പം നിലകൊള്ളുന്നത്. ലെയ്സും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കുട്ടികൾക്കായിട്ടുള്ള, പിന്നെ അതല്ലാതെ ബൂസ്റ്റ്, ഹോർലിക്സ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ 2 നാരങ്ങ വെള്ളത്തിനാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് ചായയും ബാവച്ചിക്കും മീനുട്ടിക്കും നാരങ്ങ വെള്ളത്തിനാണ് പറഞ്ഞത്. നമ്മൾ അതിനുശേഷം നോക്കിയപ്പോൾ സമൂസ ഇരിക്കുന്നു, പിന്നെ അതല്ല വട ഇരിക്കുന്നു, എന്താണ് പഴക്കേക്ക് എന്ന് പറയുന്നത്, ഗുണ്ട് അല്ലെങ്കിൽ ബോണ്ട ഇങ്ങനെയുള്ള ഐറ്റം, പിന്നെ ഇലയട, കേക്ക് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അവരിവിടെ വേറെ പാചകങ്ങൾ ചെയ്യുന്നുണ്ട്. ബേക്കറി ഐറ്റംസ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും അങ്ങനെയുള്ള നമ്മൾ ഓപ്പണായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് തന്നെയാണ് അവർ ഇത് എണ്ണയിട്ട് എല്ലാം പൊരിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നത്. ഓക്കെ, ചായ അവിടെ ഒരാൾ ഇട്ടുകൊണ്ട് നിൽപ്പുന്നുണ്ട്. അത് തൊട്ടപ്പുറ സൈഡിലായിട്ട് ഒരാൾ നാരങ്ങ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതവർ നല്ല രീതിയിൽ ആ കട കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പണായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തു തരുന്നത്. ഓപ്പണായിട്ട് തന്നെയാണ്. നാരങ്ങ വെള്ളം നമുക്ക് കൊണ്ട് തന്നു കേട്ടോ. നാരങ്ങ വെള്ളം കൊണ്ട് തന്നു. പക്ഷേ നാരങ്ങ വെള്ളത്തിന് നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ അത് അവിടുത്തെ ആ വെള്ളത്തിൻ്റെ ആ ഒരു വ്യത്യാസം, അത് നമുക്കെന്തോ ഒരു അല്ലാതെ തോന്നിയെന്ന് വാവച്ച് പറഞ്ഞു. പക്ഷെ അല്ലാതെ ബാക്കിയുള്ള മധുരവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ചായ എനിക്ക് വേറെ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. ചായയും കൊള്ളാം, നല്ല ചായ തന്നെയായിരുന്നു. പിന്നെ എന്താ പറയുക, കൊള്ളാം. നമ്മൾ ഇതിൽ സൈഡിൽ പെട്ടെന്ന് ഒരു സാധാ രീതിയിൽ വരുന്ന ഒരാളിന് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യമുള്ള ഒരു കട, ഇരിക്കാനുള്ള സൗകര്യമുള്ളൊരു കട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണേ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.